നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ കുറച്ച് മന്തിയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കകത്ത് ചിക്കനൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കഴുകിയൊന്ന് മസാലയൊക്കെ തേച്ച് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഈ നട്ടക്കണ്ട വെയിലത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈസക്കുട്ടിനെ വിളിക്കാനാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയിലും ചൂടുമാണ്. ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ആൾ ഏകദേശം പകുതി ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈസക്കുട്ടിനെ വിളിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനുള്ള സമയമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്കുള്ള പരിപാടികൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അതിലേക്ക് സ്പൈസസ് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരിയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ വേവാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അൽഫാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചിരുന്ന ചിക്കനെ നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബജി അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരൊറ്റ വിസിൽ നമ്മുടെ കുക്കറിൽ ഇട്ടും കൊണ്ട് അടിക്കണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോമ്പുറകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളൊന്ന് സ്മോക്ക് ചെയ്തും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മയോണൈസും കൂടെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റുള്ള മന്തിയായിരുന്നു. പിന്നെ ഒരു കോളൊക്കെ കൂട്ടി അങ്ങോട്ട്